മലപ്പുറം കോടതിയിൽ സ്ഫോടനം നടത്തിയ ശേഷം ബേസ് മൂവ്മെന്റ് എന്ന സംഘടന കൊച്ചി സിറ്റി പോലീസിന്റെ കാവലാണെന്ന വാട്സ്ആപ്പ് സൈറ്റിലേക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു. ഇതിലാണ് ബേസ് മൂവ്മെന്റിന്റെ ഭാവി ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളും കോൺസുലേറ്റുകളും തകർക്കുമെന്നാണ് സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. കൂടാതെ ഭരണതലത്തിലുള്ള പ്രമുഖരുടെ നാളുകൾ എണ്ണപ്പെട്ടെന്നും അതിലുണ്ടായിരുന്നു. കോമൺ വൈഫൈ ഉപയോഗിച്ചാണ് വീഡിയോ സന്ദേശം അയച്ചത്. ഈ വാട്സ്ആപ്പ് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കാൻ സഹായിച്ചത്. പിടിയിലായ ദാവൂദാണ് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതെന്നും പോലീസ് കണ്ടെത്തി. ഭീഷണി സന്ദേശം അയച്ചതിന് UAPA ചുമത്തി പോലീസ് കേസെടുത്തതോടെ പ്രതികളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ടീം മധുരയ്ക്ക് പോകുമെന്ന് കൊച്ചി DCP ഡോക്ടർ അരുൾ RB കൃഷ്ണ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മെസ്സേജ് അയച്ച ആള് ആരാണെന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പല കോൺസുലേറ്റ്സും പല VVIPs ഉൾപ്പെടെയാണ് ചില നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ബിൽഡിംഗ്സ് ഒക്കെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. 23 മൊബൈൽ ഫോണും 11 IP അഡ്രസ്സും പ്രതികൾ ഉപയോഗിച്ചു. ബീഫ് കൈവശം വെച്ചതിന് ദാദ്രിയിൽ അഖിലാഖിനെ കൊലപ്പെടുത്തിയതടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയ്ക്ക് 2015 ഇവർ തുടക്കം കുറിച്ചതെന്ന് പോലീസ് പറയുന്നു. മലപ്പുറം കൂടാതെ കൊല്ലം, നെല്ലൂർ, മൈസൂർ തുടങ്ങിയ കോടതികളിലും സ്ഫോടനം നടത്തിയത് തങ്ങളാണെന്ന് പ്രതികൾ നേരത്തെ മൊഴി നൽകിയിരുന്നു. യസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.